ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്. എന്റെ വാല് കേൾക്കുന്നവർക്കറിയാം, ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കറിയാം. എവിടെ വാലറ് പോയാൽ എന്റെ പ്രസംഗം അവസാനിക്കുന്നത് ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടാ, ഹാഫിളീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിൽ വാലിന് പോയി പടച്ചവരെ 13 മക്കള് സദസ്സിന്റെ മുന്നിൽ നിരന്നിരിപ്പുണ്ട്. അവര് കിടക്കുന്നതൊരിടത്താണ്, ഭക്ഷണം കഴിക്കുന്നതൊരിടത്താണ്, പഠിക്കുന്നതൊരു റൂമിനകത്താണ്. റബ്ബേ, പുറപ്പില്ല, തട്ടിലില്ല. വാളിന്റെ സദസ്സിൽ വെച്ച് അവസാന പിരിവിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മക്കൾക്കൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ആരെങ്കിലും ഒരു സദഖ കൊടുക്കുമോ? ഒരുപാട് കോടീശ്വരന്മാരുള്ള സദസ്സാണ്. റബ്ബേ, ആ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് 11 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് സ്റ്റേജിലെ ഓടി വരികയാണ്. എല്ലാവരും അവന്റെ കയ്യിൽ പിടിച്ചു സംഘാടകരുടെ ഇടയിലൂടെ ഓടി എന്റെ അടുക്കലേക്ക് വന്നിട്ട് 314 രൂപ എന്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇതാ മക്കൾക്ക് കട്ടിൽ വാങ്ങാനുള്ളതാ. അല്ലാഹുവേ, 11 വയസ്സ്, സ്റ്റേജിലും കോടീശ്വരന്മാരുണ്ട്, വെളിയിലുമുണ്ട്. ആദ്യം ഓടി വന്നിട്ട് 314 രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ നിന്നാ ബിലാല്? എല്ലാ ചില്ലറ പൈസയാണ്. ഉസ്താദേ, ഇന്ന് ഈ സദസ്സിൽ കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യമാ ഉസ്താദേ, കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യമാണ്. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ വാപ്പ ഈ കൂട്ടത്തിലുണ്ടോ? നിന്റെ വാപ്പ ഈ സദസ്സിലുണ്ടോ? 11 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പാരതാ കണ്ടിട്ടില്ല. എന്റെ ഉമ്മയെ കളഞ്ഞിട്ട് ഉപ്പ പോയി. എന്റെ ഉപ്പാനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കണ്ണ് നിറയുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, ഉമ്മ വാഴ്വ കേൾക്കാ വന്നിട്ടുണ്ടോ? കാരണം ഇങ്ങനെ ഒരു മകന് ജന്മം കൊടുത്ത ഉമ്മ ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ബിലാലെന്ന 11 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, അടുത്ത വീട്ടിൽ മേശിരിപ്പണിക്ക് വന്നവന്റെ കൂടെ എന്റെ ഉമ്മയും ഒളിച്ചോടി ഉസ്താദ്. റബ്ബേ, കണ്ണ് നിറഞ്ഞുപോയി. മൈക്കിന്റെ മുന്നിൽ നിന്ന് കാല് പതറിപ്പോയി, ശബ്ദം പതറിപ്പോയി. അതാ കസേരയിലിരുന്നു. അവൻ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ ആരാ നിന്നെ നോക്കുന്നത്? ഉസ്താദേ, അടുത്ത വീട്ടിൽ പോയി അടുക്കളപ്പണി നടത്തിയിട്ട് എന്റെ ഉമ്മയുടെ ഉമ്മയാ എന്നെ നോക്കുന്നത്. ശരീരം തളർന്നു കിടക്കുകയാ ഉസ്താദേ, ഒരു കാലും ഒരു കൈയും തളർന്നിട്ട് കിടക്കുകയാണ്. ഇതുപോലെ സദസ്സിൽ പോയി വെള്ളവും സ്റ്റപ്പലണ്ടിയും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്റെ കുടുംബം ഇന്ന് കഴിയുന്നത്. ഈ പൊന്നുമോ 314 രൂപ എന്റെ കയ്യിൽ നീട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? ഞാൻ അവനോട് തമാശ എന്ന രീതിയിൽ ചോദിച്ചു, ബിലാലേ, എന്താണടാ നിനക്ക് ദുആ ചെയ്യേണ്ടത്? എന്താണടാ ബിലാലേ നിനക്ക് ദുആ ചെയ്യേണ്ടത്? ആ പൊന്നുമകൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, നിങ്ങളല്ലേ വാഴ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്നവന് 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടല്ലോ. ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്നവന് 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഉസ്താദേ, എനിക്കൊന്ന് ഹാഫിളാകണം, എനിക്കല്ലാന്റെ ഖുർആൻ മുഴുവനും ഒന്ന് കാണാതെ പഠിക്കണം. എന്തിനെന്നറിയുമോ? എന്റെ വാപ്പ എന്നെ കളഞ്ഞപ്പോഴും എന്റെ പെറ്റുമ്മ എന്നെ വിട്ടിട്ട് പോയപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കി എന്റെ ഉമ്മുമ്മയുണ്ടല്ലോ, അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനാ. മക്കളെ, നമുക്കും മക്കളുണ്ടല്ലോ, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മകനെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടോ? ആ പൊന്നുമോനുള്ള ഈമാനെങ്കിലും നമുക്കുണ്ടോ? അല്ലാഹുവേ, ആ സദസ്സിൽ വെച്ച് തന്നെ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉസ്താദേ, അവന് ഹാഫിളാകുന്നത് വരെ എത്ര രൂപ ചെലവുണ്ടെങ്കിലും ഞാൻ കൊടുക്കാം. ആ സദസ്സിലിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കൊടുക്കാം. അല്ലാഹുവേ, 2 ദിവസം മുമ്പ് എനിക്ക് അവന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, ഉസ്താദേ, ഞാൻ ബിലാലാണ് ഉസ്താദേ. ഞാൻ എന്റെ വണ്ടിയിൽ വരുമ്പോ അല്ലാഹുവേ, വയനാടിൽ നിന്ന് ഫോൺ കോൾ വന്നു. അല്ലാഹുവേ, ബിലാലെന്ന പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഹാഫിളായി ഉസ്താദേ, ഞാൻ ഹാഫിളായി ഉസ്താദേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയ ദിവസമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ നമുക്കും മക്കൾ വേണ്ടേ?
ഇതുപോലെ നമുക്കും മക്കൾ വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ. സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. കണ്ണിന് കുളിർമയാകുന്ന മക്കള് നീ എനിക്ക് തരണല്ലോ. ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളെ തരണേ. ദുആ ചെയ്യുന്നവരാണല്ലോ. ദുആ